ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അനിമൽ കിങ്ഡത്തിന്റെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 വീഡിയോ പഠിച്ചില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടാ. അപ്പോ ഇന്നും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ടും, അതായത് ഈ ചോദ്യം മാത്രം ചോദിക്കൂന്നല്ല ടീച്ചർ പറയുന്നത്, അതായത് ഈ ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും ആ ടോപ്പിക്കിൽസ് നിന്ന്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് ടീച്ചർ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതാണ് ടീച്ചർ പറഞ്ഞത് കേട്ടാ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. വായോ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം നിങ്ങൾ ചോദ്യം നന്നായിട്ട് വായിക്കുക കേട്ടാ. സ്നെയിൽ ഈസ് ടെറസ്ട്രിയൽ. സ്നെയിൽ എന്താണ്, ടെറസ്ട്രിയൽ ആണെന്നാണ് പറയുന്നത്, കരയിൽ ജീവിക്കുന്നത്. ഒക്ടോപസ് ആണെന്നുണ്ടെങ്കിൽ അക്വാട്ടിക് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ബോത്ത് ആർ ഇൻക്ലൂഡഡ് അണ്ടർ സെയിം ഫൈലം. പക്ഷേ രണ്ടുപേരും ഒരു ഫൈലത്തിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെയിം ദ ഫൈലം ഇൻ വിച്ച് ദേ ബിലോങ്. അതായത് ഏത് ഫൈലത്തിലാണ് ഈ പറഞ്ഞ സ്നെയിലും അതേപോലെ ഒക്ടോപ്പസും വരുന്നത്? ഏത് ഫൈലമാണ് മക്കളെ? ഫൈലം മൊളുസ്ക. ഏത് ഫൈലമാണ്? ഫൈലം മൊളുസ്കയാണ് ഏതൊക്കെ വരുന്നത്? നമ്മുടെ സ്നെയിലും അതേപോലെ തന്നെ ഒക്ടോപ്പസും വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഗിവ് എനി 3 റീസൺസ് ഫോർ ഇൻക്ലൂഡിംഗ് ദം ഇൻ സെയിം ഫൈലം. എന്തുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരു ഫൈലം, അതായത് മൊളുസ്കയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു? അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കാം ഇവർക്ക് സെയിം ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ടോപ്പിക് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ഓക്കെ, ടോപ്പിക് നോക്കിയിട്ട് വരാം. നോക്കിയുടെ മക്കളെ, ഫൈലം മൊളുസ്ക എന്തൊക്കെയാണ് പ്രത്യേകതകള്? ദ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം, രണ്ടാമത്തെ ഏറ്റവും വലിയ ഫൈലമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫൈലം ഏതായിരിക്കും? ഏറ്റവും വലിയ ഫൈലം, ആദ്യത്തെ ലാർജസ്റ്റ് ഫൈലം എന്ന് ചോദിച്ചാൽ ഏത് പറയണം? അത് നമ്മുടെ ആർത്രോപോഡയാണ് അല്ലെ. ആർത്രോപോഡ ഈസ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് ഫൈലം. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ചോദിച്ചാൽ ഏത് പറയണം? അത് മൊളുസ്കയാണ്. ഇനി അവരെ മെയിൻ ആയിട്ടുള്ള ഹാബിറ്ററ്റ് ചോദിച്ചാല് ടെറസ്ട്രിയൽ ആവാം. നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റെയിൽ ടെറസ്ട്രിയൽ ആണെന്ന് പറഞ്ഞു. അക്വാട്ടിക്, വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്, അത് എക്സാമ്പിൾ ഒക്ടോപ്പസ് പറഞ്ഞു. മെറൈൻ, കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നവ, ഫ്രഷ് വാട്ടറിൽ മാത്രം കാണപ്പെടുന്നവ, അങ്ങനെയുള്ള കുറെ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലുണ്ട്. ഇനി അടുത്ത നോക്കിയേ, അവരെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ്, അതെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാല് ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടാ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആണ് അവർക്ക്. ഓർഗൻ സിസ്റ്റം വരികയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നാലെ പറയാൻ പറ്റുന്ന എന്താണ്? ബൈലേറ്ററൽ സിമെട്രിക്കൽ ആണെന്ന് പറഞ്ഞു. ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ് അനിമൽസ് ആണ്. ഇവർ പ്രത്യേകത സോഫ്റ്റ് ബോഡി കവേർഡ് ബൈ എ കാൽക്കേരിയസ് ഷെല്ല്. ഇവരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇവർക്കുള്ളത്. പക്ഷെ നമ്മൾ ഒച്ചിനൊക്കെ കാണുമ്പോൾ അല്ല, ഒക്ടോപ്പസിനൊക്കെ കാണുമ്പോൾ എന്താണ്, ഒരു കട്ടി കയറിയ ഒരു പുറംതൊലി ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്, ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിന്റെ മുകളിലായിട്ട് കട്ടി കൂടിയ ആരുണ്ട്? കാൽക്കേരിയസ് ഷെല്ലുണ്ട്. ഒരു ഷെല്ലിന്റെ ഒരു കവറിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി അൺസെഗ്മെന്റഡ് വിത്ത് എ ഡിസ്റ്റിങ്ക്ട് ഹെഡ്, മസ്കുലാർ ഫുട്ട് ആൻഡ് വിസറൽ ഹംബ്. സെഗ്മെന്റേഷൻ ഒന്നുമില്ല, പക്ഷേ അവരുടെ ബോഡി എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹെഡ്, മസ്കുലാർ ഫുട്ട്, വിസറൽ ഹംബ്, ഇങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ദ വിസറൽ ഹംബ് ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് മാന്റിൽ വിച്ച് സെക്രീറ്റ് ദ ഷെൽ. ഈ വിസറൽ ഹംബിനെ ടീച്ചർ പിക്ചർ കാണിച്ചിട്ട് പഠിപ്പിച്ചു തരാം കേട്ടാ. നോക്കിയടാ, ഇതാണ് നമ്മുടെ സ്നെയിലിന്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതാണ് ഈ വിസറൽ ഹംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ആ വിസറൽ ഹംബ്. ഒരു ഹംബ് പോലെ ഇരിക്കുന്നത്, നമ്മുടെ റോഡിലൊക്കെ ഹംബ് കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു ഹംബ് പോലെ ഇരിക്കുന്ന ഭാഗമാണ് എന്ത്? വിസറൽ ഹംബ് എന്ന് പറയുന്നത്. ഈ വിസറൽ ഹംബിന്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ആണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ വിസറൽ ഹംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ലെയർ ആണ്. സോഫ്റ്റ് ഒരു ഹംബ് പോലുള്ള ഭാഗത്തിനാണ് എന്തെന്ന് പറയുന്നത്? വിസറൽ ഹംബ്. അതിന്റെ തൊട്ടുമുകളിലായിട്ട് കാണപ്പെടുന്ന വേറൊരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഈ മാന്റിലിന്റെയും വിസറൽ ഹംബിന്റെയും ഇടയിലുള്ള
in between the space between the mantle and visceral hump അതിനെ വിളിക്കുന്ന പേര് mantle cavity എന്നാണ് ഇത് ഇവിടെയൊക്കെ കാണപ്പെടുന്നത് കേട്ടോ. നോക്കിയേ ഇതൊക്കെ എന്താണ് mantle cavityകളാണ്. എന്താണ് mantle cavity എന്നാണ് പറയുന്നത്. visceral humpന്റെയും mantle-ന്റെയും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ mantle cavity എന്ന് പറയുന്നത്. ഈ mantle cavityയിൽ എന്തുണ്ടാവും? gills present ആണ്. gills ഉണ്ടാവും. അതായത് നമ്മുടെ feather like ആയിട്ടുള്ള തൂവല് പോലെയുള്ള gills അവിടെ present ആണ്. gillsന് എന്താണ് ഫംഗ്ഷൻ? റെസ്പിറേഷൻ സഹായിക്കുന്നത് അല്ലെ? റെസ്പിറേഷൻ സഹായിക്കുന്ന ഗിൽസ് ഈ പറഞ്ഞ ക്യാവിറ്റിയിൽ ഉണ്ടാവും. ഇതാണ് അപ്പൊ സ്ട്രക്ചർ കേട്ടാ. ഇതാണ് ഹെഡ് ഉണ്ട്, അതുപോലെ മസ്കുലാർ ഫുട്ട് ഉണ്ട്, ഇതാണ് വിസറൽ ഹമ്പ്. അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിസറൽ ഹമ്പ് is covered by a membrane called mantle which secretes the shell. അതായത് ഈ പറഞ്ഞ മാൻഡിൽ, ആദ്യം വിസറൽ ഹമ്പ്, അതിന്റെ തൊട്ട് മുകളിലായിട്ട് മാൻഡിൽ, അതിന്റെ ഇടയിലുള്ള സ്പേസ് മാൻഡിൽ ക്യാവിറ്റി. ഏറ്റവും മുകളിലായിട്ട് എന്ത് ഈ മാൻഡിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ് ആ കട്ടി കൂടിയ കാൽക്കേരിയസ് ഷെല്ല്. മനസ്സിലായില്ലേ? പുറന്തോട് എന്ന് പറയുമ്പോ ഈ മാൻഡിലിന്റെ സെക്രീഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ അടുത്ത പോയിന്റ് നോക്കിയേ. ഗിൽസ് ഫോർ റെസ്പിറേഷൻ. മാൻഡിൽ ക്യാവിറ്റിയിൽ എന്തുണ്ട്? ഗിൽസ് ഉണ്ട് അല്ലെ, റെസ്പിറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ അടുത്തത് അതേപോലെ അവിടെ എന്തുണ്ട്? നെഫ്രീഡ് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട്. പിന്നെ ദ മൗത്ത് കണ്ടെയ്ൻസ് എ റാസ്പിംഗ് The mouth contains a rasping organ called radula. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടാ. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് അവരുടെ മൗത്തിൽ എന്താണ്? ഒരു റാസ്പിംഗ്, അതായത് കായ് കഴിക്കാന്നൊക്കെ നമ്മൾ പറയൂലേ, റാസ്പിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. അതിന്റെ പേരാണ് റാഡുല എന്ന് പറയും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റാഡുല ചോദിക്കും. റാഡുല ഏത് ഫൈലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിച്ചാൽ ആരെ പറയണം? മൊളുസ്കയുടെ ആണെന്ന് പറയണം കേട്ടോ. മൊളുസ്ക. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? ഫീഡിങ്, അതായത് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് റാഡുല എന്ന് പറയുന്നത്. ദ ആന്റീരിയർ ഹെഡ് റീജിയൻ, അവിടെ ഹെഡ് റീജിയനിൽ എന്തുണ്ട്? സെൻസറി ടെന്റക്കിൾസ് ഉണ്ട്. സെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടെന്റക്കിൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് അവിടെ പ്രത്യേകത എന്താണ്? ഡയേഷ്യസ് ആണ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സ് സെപ്പറേറ്റ് ആണ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സ് സെയിം ആണ്. ഓക്കെ, ഡയേഷ്യസ് അപ്പൊ സെക്സ് സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓവി പാരസ് എന്താണ്? ഓവി പാരസ് ഉണ്ട്, വിവി പാരസ് ഉണ്ട് അല്ലെ. ഓവി പാരസ് എന്ന് പറയുമ്പോൾ മുട്ടയിടുന്നവരും, വിവി പാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മം കൊടുക്കുന്നവരെ, ചൈൽഡ് ബർത്ത് ജന്മം കൊടുക്കുന്നവരെയാണ് നമ്മൾ വിവി പാരസ് എന്ന് പറയുന്നത്. ഇവരെന്താണ്? മുട്ടയിടുന്നവരാണ്, ഓവി പാരസുകളാണ്. പിന്നെ അതേപോലെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്. അതായത് ലാർവ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ഇൻഡയറക്റ്റ് എന്ന് പറയും. ലാർവ ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്. അപ്പൊ ഇൻഡയറക്റ്റ് ആണ്. എക്സാമ്പിൾസ് നോക്കിയേ. പൈല. പൈല എന്ന് പറഞ്ഞ ആപ്പിൾസ്. നിങ്ങള് ബ്രാക്കറ്റും കൂടെ പഠിക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞിരുന്നാണ് അല്ലെ, ബ്രാക്കറ്റ് പഠിക്കണം. പൈല, ആപ്പിൾ സീല്, പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ, സെപ്പിയ, കട്ടിൽ ഫിഷ്, ലോലിഗോ, സ്ക്വിഡ്, നമ്മുടെ കൂന്തൽ എന്നൊക്കെ കഴിച്ചിട്ടില്ല നിങ്ങൾ? തന്നെയാണ് പറയുന്നത്. ഒക്ടോപ്പസ്, ഡെവിൽ ഫിഷ്, അപ്ലീസിയ, സീ ഹെയർ, ഡെന്റാലിയം, ടസ്ക് ഷെല്ല്, കീറ്റോപ്ലൂറ, കൈറ്റൻ. ഇത് സ്പെല്ലിങ്ങും അതേപോലെ പറയാനൊക്കെ പഠിക്കാതാ. നോക്കിയേ എക്സ് ആ പിക്ചർ നോക്കുക നിങ്ങള്. അതിനുശേഷം ഇതാണ് എക്സാമ്പിൾസ് പറയുന്നത് കേട്ടാ. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ ഒക്കെയാണ്. ഇതിലൊക്കെ മുളുസ്ക വരണം കേട്ടാ. ഡെന്റാലിയം, അപ്ലീസിയ, സീ ഹെയർ. കണ്ടാ ഒരു മാന്റെ പോലെ തോന്നണില്ലേ? അതുകൊണ്ടാണ് അതിനെ സീ ഹെയർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സാമ്പിൾസ്. അപ്പൊ നമ്മളോട് ചോദ്യം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നു. ഒന്നാമത്തെ മോളുസ്ക നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗിവ് എനി 3 reasons for including them in same phylum. എന്താണ്? എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു സാരിയൻ ഫീച്ചേഴ്സ് എഴുതി വെച്ചാൽ പോരെ? 3 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. എന്താണ്? സ്നെയിൽ ആൻഡ് ഒക്ടോപ്പസ് ഹാവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ബോഡി ഈസ് വിത്ത് ഹെഡ്, വിസറൽ ഹമ്പ് ഉണ്ട്, മസ്കുലാർ ഫുട്ട് ഉണ്ട്. രണ്ടുപേർക്കും അത് തന്നെയാണ് ഉള്ളത്. പിന്നെ എന്താണ്? സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി സ്കിൻ, മാൻജിൽ ഉണ്ട് അല്ലെ, കവേഴ്സ് ദ വിസറൽ മാസ്. വിസറൽ ഹമ്പ് കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഒരു മാൻറ്റിൽ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. അടുത്ത് നോക്കിയേ. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കോൾഡ് റാഡുല. അവരുടെ മൗത്തിൽ വായിൽ എന്തുണ്ട്? ആ ഫയൽ അടക്കി വെച്ച പോലെയുള്ള ഒരു ഭാഗമുണ്ട്. ഫീഡിങ്ങിന് സഹായിക്കുന്ന അല്ലെ, ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഇത് റാഡുല. അപ്പൊ ഇതാണ് 3 മെയിൻ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. Second question. Characteristics of certain animals are given. Arrange them under class to which these animals belong. അതായത് ചില ജീവികളുടെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കുറച്ച് ജീവികളുടെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ സ്യൂട്ടബിൾ ക്ലാസ് ആക്കിയിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ക്യാരക്ടേഴ്സ് വായിച്ചു നോക്കാം അല്ലെ. നോക്കിയേ. സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അതായത് സ്കെയിൽസ് ഇല്ലാതെ സ്കിൻ മോയിസ്റ്റ്, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്കിൻ ഉണ്ട്.
ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും അല്ലെ. അടുത്ത നോക്കി, ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ. അതായത് നല്ല ഡ്രൈ ആയിട്ടും അതേപോലെ കോണിഫൈഡ് എന്ന് പറഞ്ഞാല് കുറച്ച് സ്കെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള സ്കിന്നും അതേതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെഡ് ദ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. അതായത് സ്കിൻ കാസ്റ്റ് നമ്മുടെ തൊലി പൊഴിക്കുക എന്നൊക്കെ പറയൂലേ, സ്കിന്ന് പൊഴിക്കുക എന്നൊക്കെ പറയൂലേ, പാമ്പ് പടം പൊഴിക്കണൊക്കെ. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതേത് ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ്. ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്സ്. അതായത് അക്വാട്ടിക്കിലും ടെറസ്ട്രിയലും ജീവിക്കാൻ പറ്റുന്നവർ. അപ്പൊ രണ്ട് ജീവികളുടെ എന്ന് മനസ്സിലായി നിങ്ങൾ, രണ്ട് ക്ലാസ്സസ് ആണെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ് ആ രണ്ട് ക്ലാസ്സസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ രണ്ട് ക്ലാസ് നോക്കിയേ. ഒന്നാമത്തെ ക്ലാസ് ആംഫീബിയ, രണ്ടാമത്തെ ക്ലാസ് റെപ്റ്റീലിയ. ആംഫീബിയയുടെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ഇതില്? സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയില് അല്ലെ. നമ്മൾ ആംഫീബിയ എന്ന് പറയുമ്പോ തവളനെ ഫ്രോഗിനെ ആലോചിച്ചാൽ മതിയേ. അപ്പൊ എന്താണ് അവരുടെ സ്കിൻ എന്താണ്? മോയിസ്റ്റ് ആണ് അല്ലെ, നല്ല നനവുള്ളതാണ്, സ്കെയിൽസ് ഒന്നുമില്ല. അതേപോലെ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ. അക്വാട്ടിക്കിലും ടെറസ്ട്രിയലും അവർക്ക് ജീവിക്കാനായിട്ട് പറ്റും. അടുത്ത നോക്ക്, ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയയുടെ പ്രത്യേകത എന്താ? അവരെ സോഫ്റ്റ് ആണോ? അല്ല അല്ലെ. സ്കിന്ന് ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ. കട്ടി കൂടിയതും അതേപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്റ്റൈൽസിനുള്ളത്. അവർ കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് സ്കിൻ കാസ്റ്റ്. അതായത് പടം പൊഴിക്കുക, പാമ്പ്, അതുപോലെ ലിസാർഡൊക്കെ കാണിക്കുന്ന റെപ്റ്റൈൽസില് സ്നേക്കും ലിസാർഡും കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറഞ്ഞാല് സ്കിൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നന്നായിട്ട് നോക്കിയിട്ട് വേണം, ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് വേണം ഏതൊക്കെ ക്ലാസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതേണ്ടത്. ചിലപ്പോൾ നമുക്ക് രണ്ട് ക്ലാസ് തന്നെ ആയിരിക്കില്ല, വേറെ ഒരു ക്ലാസിന്റെ ജീവികളുടെ ക്യാരക്ടേഴ്സും കൂടെ തരും. അപ്പൊ നിങ്ങൾ അത് വായിച്ച് നന്നായിട്ട് വേണം, നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ ആംഫീബിയയുടെ ക്ലാസ് നോക്കാം. നമുക്ക് ആ ടോപ്പിക് പഠിച്ചിട്ട് പോവാം അല്ലെ. ആംഫീബിയ. ആംഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യുവൽ എന്നാണ് അർത്ഥം, രണ്ട് എന്നാണ് അർത്ഥം. ഡ്യുവൽ. ബയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് എന്നാണ് അർത്ഥം. അതായത് രണ്ട് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് അവർ എവിടെയാ താമസിക്കുന്നത്? ഒന്ന് അക്വാട്ടിക്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും, ഒന്ന് എന്താണ്? ടെറസ്ട്രിയലും ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? ആംഫീബിയൻസ്. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ആംഫീബിയ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത നോക്കിയേ, ആംഫീബിയൻസ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അക്വാട്ടിക്കും അതേപോലെ ടെറസ്ട്രിയലും ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അടുത്ത നോക്കിയേ, 2 pairs of limbs ആണ്, രണ്ട് ജോഡി കൈകാലുകളാണ് അവർക്കുള്ളത് അല്ലെ. അടുത്തത് ബോഡി ഈസ് ഡിവൈഡബിൾ ഇൻടു ഹെഡ്, ട്രങ്ക്. ഒരു തല ഒരു ഉടലും അല്ലെ. തവളനെ ആലോചിച്ചാൽ മതി നിങ്ങൾ അല്ലെ. ഒരു തല ഒരു ഉടലുമായിട്ടാണ് അവരെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. ചില ജീവികൾക്ക് എന്തുണ്ടാവാം? ടെയിൽ ഉണ്ടാവാം അല്ലെ, ചിലവർക്ക് ഉണ്ടാവില്ല. അടുത്ത സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അവർക്ക് സ്കെയിൽസ് ഇല്ലാതെ സ്കിൻ എന്തായിരിക്കും? മോയിസ്റ്റ് ആയിരിക്കും, നനവുള്ളതായിരിക്കും അവരുടെ സ്കിൻ എപ്പോഴും. അടുത്തത് ഐസ് ഹാവ് ഐലിഡ്സ് അല്ലെ. ഐലിഡ്സ് നമ്മുടെ പോലെ ഈ കൺപോളകളുണ്ട്, ഐലിഡ്സുകൾ ഉണ്ട്. ടിംബാനം റിപ്രസെന്റ്സ് ദ ഇയർ. അവിടെ എന്താണ്? നമ്മുടെ ഇതേപോലെ പിന്നുണ്ട, ഈ പുറമേ ഉള്ള ചെവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നാന്ന് പറയുന്നത്. ഈ പറഞ്ഞ സാധനം ഉണ്ടാ ഇല്ല. അവർക്ക് എന്താണ് ഇയർ എന്ന് പറയുന്നത്? ടിംബാനമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമായിട്ടുള്ള ടിംബാനമാണ് ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, alimentary canal, urinary and reproductive tracts opened into a common chamber called cloaca which opens to exterior. നമ്മൾ തവളര ഭാഗം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പറഞ്ഞ എല്ലാരും എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? കോമൺ ചേംബർ ആയിട്ടുള്ള ക്ലോയക്കയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് പിന്നെ എവിടേക്ക് തുറക്കും? പുറത്തേക്ക് തുറക്കുന്നു. അടുത്ത നോക്കിയാൽ റെസ്പിറേഷൻ ബൈ ഗിൽസ്. റെസ്പിറേഷൻ എങ്ങനെയൊക്കെ സാധിക്കും? ഗിൽസ് വഴി, ലങ്സ് വഴി, ത്രൂ സ്കിൻ വഴി. 3 രീതിയിലേക്കും റെസ്പിറേഷൻ സാധിക്കുന്നുണ്ട്. The heart is 3 chambered. ഹാർട്ട് എന്താണ്? 3 ചേംബർ ആണ്. ആംഫീബിയൻസിന്റെ ഹാർട്ട് ചോദിച്ചാല് 3 ചേംബർ ആണ്. അതിൽ 2 ഓറിക്കിൾസും 2 മുകൾ ഭാഗത്തറകളും താഴെ വെൻട്രിക്കിൾ, ഒറ്റ വെൻട്രിക്കിളുമാണ് ഉള്ളത്. ഓക്കെ. അടുത്തത് these are cold blooded animals. എന്താണ് കോൾഡ് ബ്ലഡഡ്? കോൾഡ് ബ്ലഡഡും ഉണ്ട്, വാം ബ്ലഡഡും പഠിച്ചിട്ടുണ്ട് അല്ലെ. കോൾഡ് ബ്ലഡഡ് എന്താണ്? പോക്കിലോതെർമസ് എന്ന് പറയും. കോൾഡ് ബ്ലഡിനെ പറയുന്ന പേരാണ് പോക്കിലോതെർമസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ചുറ്റുപാട് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയല്ല അല്ലെ. നമ്മളെന്താണ്? നമ്മൾ വാം ബ്ലഡഡ് ആണ്, അതായത് ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസുകളാണ്. അതായത് നമുക്കൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് കുട്ടികളെ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ, പുറത്തെ ടെമ്പറേച്ചർ മാറിയാലും അതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ മാറും ഇല്ല. നമുക്ക് എപ്പോഴും എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് എന്ത് ചെയ്യും? അവർക്ക് അങ്ങനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒന്നുമില്ല. പുറത്ത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ ടെമ്പറേച്ചറും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ജീവികളെയാണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോക്കിലോതെർമസ് എന്ന് പറയുന്നത്. അപ്പൊ ആംഫീബിയൻസ് എന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. സെക്സ് സെപ്പറേറ്റ് ആണ്. നമുക്കറിയാലോ, തവളയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. സെക്സ് എന്താണ്? സെപ്പറേറ്റ് ആണ്. ആണ് പെണ്ണ് എന്നും പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് ജീവികളുണ്ട്. അടുത്ത നോക്കിയാൽ ഫെർട്ടിലൈസേഷൻ എന്തായിരിക്കും? എക്സ്റ്റേണൽ ആണ്. അത് ആലോചിക്കാട്ടോ.
ആംഫീബിയൻസില് ഉള്ളിൽ വെച്ചിട്ടല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ശരീരത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അടുത്തത് ഓവി പാരസ് ആണ്. അത് നമുക്കറിയാലേ, മുട്ടയിടുന്നവരാണ്. തവളയൊക്കെ എന്ത് ചെയ്യാം, മുട്ടയിടണമെന്നല്ലേ. ഡെവലപ്മെന്റ് എന്താണ്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആവാം. എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ തവളയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. കാരണം അവിടെ എന്താണ്, ലാർവൽ സ്റ്റേജ് ഉണ്ട്, ടാഡ്പോൾ ഉണ്ട്, നമ്മൾ വാൽമാക്രി എന്ന് പറയില്ലേ, ടാഡ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് ആണ്. പക്ഷെ ചില ജീവികളിൽ എന്തായിരിക്കാം, ഡയറക്റ്റ് ആയിരിക്കാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ, ബഫോ, ടോഡ്, ഇതൊക്കെ നമ്മുടെ തവളകൾ തന്നെ പല ടൈപ്പാണ് കേട്ടോ. റാന, ഫ്രോഗ്, ഹൈല, ട്രീ ഫ്രോഗ്, സെലമാൻഡർ, സെലമാൻഡ്ര, ഇക്തിയോഫസ്. ഇത് നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് വെച്ച് പഠിക്കുക. കാരണം 1 മാർക്കിന് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം. ലിംബിലസ് ആംഫീബിയ, കൈകാലുകൾ ഇല്ലാത്ത ആംഫീബിയുടെ പേര് എഴുതാൻ ചോദിച്ചാൽ എന്ത് പറയണം, ഇക്തിയോഫിസ്. ഓർത്തു വെക്കണം കേട്ടോ. ഇക്തിയോഫിസ് എന്ന് പറഞ്ഞാൽ ലിംബിലസ് ആംഫീബിയാണ്. നോക്കിയേ, പിക്ചർ തന്നിട്ടുണ്ട് കേട്ടാ, ഒന്ന് നോക്കി നോക്ക്, നന്നായിട്ട് നോക്കാട്ടാ. ടോഡ്, ഫ്രോഗ്, റാണ കേട്ടാ, അതേപോലെ ട്രീ ഫ്രോഗ്, സലമാൻഡർ, ഇക്തിയോഫിസ് ഒക്കെ നോക്കാം. അടുത്ത ചോദ്യമല്ല, നേരത്തെ ആംഫീബിയുടെ ക്ലാസ് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ റെപ്റ്റീലിയയുടെ ക്ലാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടാ. നോക്കിയേ, ഇവരെ പ്രത്യേകത എന്താണ്, ഇവരെങ്ങനെയാണ് മോഡ്, ലോക്കോമോഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ്, എഴയുക എന്നല്ലേ. എഴയുന്ന ജീവികളാണ് എന്തെന്ന് പറയാ, റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാല്. എന്താണ്, അവർ കൂടുതൽ എന്തായിരിക്കും, ടെറസ്ട്രിയൽ ആയിരിക്കും. അതേപോലെ സ്കിൻ എന്തായിരിക്കും, സ്കെയിൽസ് ഉണ്ടാവും, അതുപോലെ പ്ലേറ്റ്സ്, കട്ടിയേറിയിട്ടുള്ള സ്കിൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ബോഡി ഡിവൈസബിലിറ്റി, ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ടെയില്. ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ടെയിൽ ആയിട്ട് 4ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ടിംപാനം തന്നെയാണ് ഇയർ ആയിട്ട് റിപ്രസെന്റ് ചെയ്യുന്നത്. ലിംസ് വെൻ പ്രസന്റ് ആർ 2 പെയർസ്, ഉണ്ടെങ്കിൽ 2 ജോഡിയിലായിട്ടാണ് ഉണ്ടാവുക. ഹാർട്ട് 3 ചേമ്പാടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ക്രൊക്കഡൈലിന് മാത്രം എന്താണ്, 4 ചേമ്പാടാണ്. അത് പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. റെപ്റ്റൈൽസിന് പൊതുവെ 3 ചേമ്പർ ആയിട്ടുള്ള ഹാർട്ടാണ് ഉള്ളത്. പക്ഷേ അതിൽ ക്രൊക്കഡൈലിന് മാത്രം 4 അറകളുണ്ട്. അടുത്തത്, ഇവരും പോക്കിലോതെർമസുകളാണ്. പിന്നെ വേറൊരു പ്രത്യേകതയാണ് എന്തെന്ന് പറഞ്ഞാല്, സ്നേക്സും ലിസാർഡ്സും എന്ത് കാണിക്കുന്നുണ്ട്, സ്കിൻ കാസ്റ്റ്, പടപ്പൊഴിക്കുക അല്ലെ, സ്കിന്ന് ഉരുക്കളയുക എന്നുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. സെക്സ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. ഇവർക്ക് ഫെർട്ടിലൈസേഷൻ എന്താണ്, ഇന്റേണൽ, ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ ഇവരും ഓവിപാരസ് ആണ്, മുട്ടയിടുന്ന ആളുകൾ തന്നെയാണ്. ഡെവലപ്മെന്റ് എന്തായിരിക്കും, ഡയറക്റ്റ് ആയിരിക്കും. ഇവിടെ ലാർവൽ സ്റ്റേജ് ഇല്ല. പിന്നെ എക്സാമ്പിൾസ് ഒന്ന് നോക്കട്ടെ. കീലോൺ, ടർട്ടില്, ടെസ്റ്റുഡോ, ടോട്ടോയിസ്, കാമലിയോൺ, ട്രീ ലിസാർഡ്, നമ്മുടെ ബ്രാക്കറ്റും കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. കാലോട്ടിസ്, ഗാർഡൻ ലിസാർഡ്, ക്രോക്കോഡിലസ്, ക്രോക്കഡൈൽ, അലിഗേറ്റർ തന്നെ, ഹെമിഡാക്ടിലിസ്, വാൾ ലിസാർഡിനെയാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ പള്ളിയിലെ പോയിസണസ് സ്നേക്സ് ഏതൊക്കെ, നാജ, കോബ്ര, ബെങ്കാരസ്, ക്രേറ്റ്, വൈപ്പർ, ഇതൊക്കെയാണ് കേട്ടോ. പിക്ചേഴ്സ് ഒന്ന് നോക്കിയേക്കോ. നിങ്ങൾക്ക് പിക്ചർ നോക്കുമ്പോ വേഗം എക്സാമ്പിൾസ് പഠിക്കാൻ പറ്റും. അതാണ് ടീച്ചർ പിക്ചർ ഉൾപ്പെടുത്തിയത് കേട്ടാ. പിക്ചർ നോക്കിയിട്ട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപഠിക്കുമ്പോ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മയിൽ നിൽക്കും അല്ലെ, പിക്ചേഴ്സ് കണ്ടുപഠിക്കുമ്പോ അല്ലെ. നോക്ക്, ഇനി അടുത്ത 3ാമത്തെ ചോദ്യമാണ്. അപ്പൊ മറ്റേ 2ാമത്തെ ചോദ്യം നമ്മളെ ടോപ്പിക്കും ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാ. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം നോക്കിയേ. 2 characters of an invertebra is given. ഇൻവെർട്ടിബ്ര എന്ന് പറയുന്നുണ്ട് കേട്ടാ. 2 ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. നോക്കിയേ, എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്, ജോയിന്റ് അപ്പൻഡേജസും അതേപോലെ മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്, ഐഡന്റിഫൈ ദ ഫൈലം ആൻഡ് റൈറ്റ് ദ റോൾ ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഏത് ഫൈലത്തിൽ വരുന്ന ആൾക്കാരുടെ ക്യാരക്ടറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാൽപീജിയൻ ട്യൂബ്യൂളിന്റെ ഫംഗ്ഷൻ എന്താ. മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ഫൈലമാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഫൈലം ഏതാണ്, ആർത്രോപോഡ അല്ലെ. ആർത്രോപോഡക്കാരാണ്. പിന്നെ മാൽപീജിയൻ ട്യൂബ്യൂളിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്ത് പറയണം, അതാണ് എക്സ്ക്രീഷൻ. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, ആർത്രോപോഡയെ നോക്കാം അല്ലെ, പഠിക്കാം. നോക്കിയേ, ആർത്രോപോഡ ലാർജസ്റ്റ് ഫൈലം, ഏറ്റവും വലിയ ഫൈലം. അതിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും, ഇൻസെക്റ്റുകളാണ് അല്ലെ. 2/3 of all species on earth are arthropods. അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് ആരാണ്, അതിൽ ഇൻസെക്റ്റുകളാണ്. അപ്പൊ ഏറ്റവും വലിയ ഫൈലമാണ് ഇത്, ആർത്രോപോഡ എന്ന് പറയുന്നത്. അവർക്ക് ഓർഗൻ സിസ്റ്റം ലെവലാണ്, ബൈലേറ്റർ ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, അതുപോലെ സെഗ്മെന്റഡ് അനിമൽസ്. പക്ഷേ ഉള്ളിൽ സെഗ്മെന്റ്സ് ഉണ്ട്. അനിലിഡനെ പോലെ ഉള്ളിലും, അതായത് ശരീരത്തിന്റെ ഉള്ളിലും സെഗ്മെന്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അങ്ങനത്തെ സെഗ്മെന്റേഷൻ ഇല്ല. പുറമേ മാത്രമേ ഇവർക്ക് എന്തുള്ളൂ, സെഗ്മെന്റേഷൻ ഉള്ളൂ കേട്ടാ.
ബോഡി കവേർഡ് ബൈ കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൻ ആണ് ഇവർക്കുള്ളത് അല്ലെ. നമ്മൾ പാറ്റരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാറ്റരം പുറം ഭാഗത്തുള്ള ഒരു കട്ടി കയറിയ ഒരു കവറിംഗ് ഇല്ലേ, അതാണ് എക്സോസ്കെൽറ്റൻ. കൈറ്റീനിയസ് ആണ്, കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എക്സോസ്കെൽറ്റൻ ആണ് അവർക്കുള്ളത്. ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ്, അബ്ഡോമിൻ. ഇതാണ് 3 പാർട്ട് ശരീരത്തിന്റെ, ഹെഡ്, തൊറാക്സ്, അബ്ഡോമിൻ ആണ്. ഇനി നോക്കിയത് ക്യാരക്ടേഴ്സ് എന്താണ്? ജോയിന്റഡ് അപ്പൻഡേജസ്, അതായത് കൈകാലുകൾ എങ്ങനെയാണ് പാറ്റരൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ട്, കാലൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന പോലെ അല്ലെ, ജോയിന്റ് ചെയ്തിരിക്കുന്ന കൈകാലുകളാണ്. അപ്പൊ ഈ ആർത്രോപോഡ എന്ന് പേര് വരാൻ കാരണം തന്നെ ആർത്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് എന്നാണ് അർത്ഥം. പോഡ എന്ന് പറഞ്ഞ അപ്പൻഡേജസ്. ഈ 2 വാക്കിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ആർത്രോപോഡ എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. പിന്നെ അതേപോലെ റെസ്പിറേറ്ററി ഓർഗൻസ് പലതരത്തിലുണ്ട്. പ്രോൺസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗിൽസ്, പ്രോട്ടോനെഫ്രീഡിയ എന്നൊക്കെ പറയും. അതേപോലെ ബുക്ക് ഗിൽസ്, ലിമുലസിനാണെങ്കിൽ ബുക്ക് ഗിൽസ് ആണുള്ളത്. പിന്നെ അതേപോലെ സ്പൈഡറിനാണെങ്കിൽ ബുക്ക് ലെങ്സ് ആണുള്ളത്. പിന്നെ കോക്രോച്ചിനാണെങ്കിൽ ട്രക്കിയൽ സിസ്റ്റം ആണുള്ളത്. ഓക്കെ, അപ്പൊ ഓരോ ജീവിക്ക് എന്തായാലും പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട്. അതേപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇവർക്ക് എന്താണ്? ഓപ്പൺ ടൈപ്പ് ആണ് അല്ലെ. ഓപ്പണും ക്ലോസും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈനസിലേക്ക്, ഒരു അറയിലേക്ക് എന്തെങ്കിലും ബ്ലഡ് വന്ന് പമ്പ് ചെയ്തിടും. പക്ഷേ ക്ലോസ്ഡ് അങ്ങനെയല്ല. എന്തുണ്ട്? രക്തം എങ്ങനെയാണ് ഒഴുകുന്നത്? ക്ലോസ്ഡ് ആയിട്ടുള്ള ട്യൂബ്സിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. അടുത്ത നോക്കിയേ, ഇവർക്ക് എന്തുണ്ട്? സെൻസറി ഓർഗൻസ്. നമ്മൾ പാറ്റര കണ്ടിട്ടുണ്ട്, 2 കൊമ്പ് പോലെ നിൽക്കണം അല്ലെ. ആന്റിനാസ് ഉണ്ടാവും. ഈച്ചരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഐസ് ഉണ്ടാവും. സിമ്പിളും കോമ്പൗണ്ട് ഐസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ബാലൻസിന് സഹായിക്കുന്നത് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഓർഗൻ ആണ്. നോക്കി വെക്കാട്ടോ, സ്റ്റാറ്റോസിസ്റ്റ്, ബാലൻസിങ് ഓർഗൻസ്. ബാലൻസിങ് ഓർഗൻ ഏതാന്ന് വെച്ചാല് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയാം. ഇനി എക്സ്ക്രീറ്ററി ഓർഗൻ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? മാൽപിജിയൻ ട്യൂബ്യൂൾസ് ആണ്. അതായത് എക്സ്ക്രീഷൻ ആണ് അവരുടെ ഫംഗ്ഷൻ. ഡയേഷ്യസ് ആണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. അതേപോലെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ, ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. മോസ്റ്റ് ആർ മൂവി പാരസ്. നമുക്കറിയാലോ ഇൻസെക്ട് ഒക്കെ എന്തായിരിക്കും? മുട്ടിടുന്നവരാണ്, മൂവി പാരസുകളാണ്. പിന്നെ ഡെവലപ്മെന്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ആവാം, ചിലവർക്ക് ഇൻഡയറക്റ്റ് ആവാം. പിന്നെ എക്സാമ്പിൾസ് ഇത് പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ, നമുക്ക് ഗുണകരമായിട്ടുള്ള ആളുകൾ ഏതൊക്കെയാണ്? എപ്പിസ്, ഹണി ബി അല്ലെ, ഹണി എടുത്ത് നമ്മൾ വിറ്റ് കാശാക്കുന്നതാണ്. അതേപോലെ ബോംബിക്സ്, സിൽക്ക് വേം, ലാസിഫർ, ലാക്ക്, ഇൻസെക്ട്, അരക്ക് എന്നൊക്കെ പറയും. നമ്മളൊരു മറ്റേ പോലീസൊക്കെ കേസ് ചെയ്യുമ്പോൾ നമ്മള് ഒരു സീലടിക്കൂല്ലോ, ഒരു ചുവപ്പ കളറ്, അതൊക്കെ ഈ പറഞ്ഞ ഇൻസെക്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതാണ്. വെക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെയാണ്? അനോഫിലസ്, നമ്മുടെ മോസ്കിറ്റോസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെക്ടേഴ്സ് ആണ്. രോഗം പരത്തുന്നവർ, വാഹകർ, അതിനാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടാ. ഗ്രിഗേറിയസ് പെസ്റ്റ്, നമ്മുടെ കൃഷി നശിപ്പിക്കുന്നവർ, ലോക്കസ്റ്റ് എന്ന് പറയും. അതേപോലെ ലിവിങ് ഫോസിലാണ് ലിമുലസ്. ഓർത്തു വെക്കുക, ലിമുലസ്, കിങ് ക്രാബ് ചോദിക്കൂട്ടാ. ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് ആർത്രോപോഡയിൽ വരുന്നതാണ്. ഏതാണത്? ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്. നോക്കിയതേ പടം നോക്കിക്കോട്ടോ, പിക്ചേഴ്സ് നോക്കി പഠിക്കുക, നിങ്ങൾ കണ്ടു പഠിക്കുക കേട്ടാ. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകള്, വെക്ടേഴ്സ്, പിന്നെ ഗ്രിഗേറിയസ് പെസ്റ്റ്, ലിവിങ് ഫോസിൽ, ഇതാണ് ലിമുലസ്, കിങ് ക്രാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ. അപ്പൊ എക്സാമ്പിൾസ് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം എന്താന്ന് നോക്കിയേ. ഫൈലം പോറിഫെറ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. ഫൈലം പോറിഫെറ ഒരു ക്യാരക്ടർ ആണ്, സാലിയൻ ക്യാരക്ടർ ആണ്, ഫീച്ചർ ആണ്. ഏതെന്ന് പറഞ്ഞാല് നമ്മുടെ കനാൽ സിസ്റ്റം അല്ലെ, വാട്ടർ ട്രാൻസ്പോർട്ട്, വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത്. റൈറ്റ് എനി 2 ഫംഗ്ഷൻ ഓഫ് ദ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്. സ്പോഞ്ചസിന്റെ ഈ പറഞ്ഞ കനാൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും? ഫുഡ് ഗ്യാതറിംഗ്, ഭക്ഷണം അല്ലെ, അതേപോലെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ചെയ്യാൻ, റിമൂവൽ ഓഫ് വേസ്റ്റ്. എന്തായാലും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഫുഡ് ഗ്യാദർ ചെയ്യാനും, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ചെയ്യാനും, അതേപോലെ റിമൂവൽ ഓഫ് വേസ്റ്റ്. ഓക്കെ, ഇതാണ് ഫങ്ഷൻ. അടുത്ത നെയിം ആൻ എക്സാമ്പിൾ ഫോർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ഏതാണ്? സ്പോഞ്ചില്ലയാണ് എന്ത്? ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പോറിഫെറ നോക്കിയാലോ. പോറിഫെറ ഏറ്റവും ആദ്യത്തെ ഫൈലമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറിഫെറ എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള അനിമൽസ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എന്തായിരിക്കും? സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും ആദ്യത്തെ അല്ലേ, അപ്പൊ ഓർഗൻ സിസ്റ്റം വന്നിട്ടുണ്ടാവില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ അതുപോലെ അവർ മെറൈൻ ആയിരിക്കും, എപ്പോഴും മെറൈൻ, കടൽ വെള്ളത്തിൽ കാണുന്ന ആളുകളാണ് ഇത് പോറിഫെറയിൽ വരുന്നത് കേട്ടോ. അതുപോലെ അസിമെട്രിക്കൽ ആയിരിക്കും.
പിന്നെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് അല്ലെ, സ്പോഞ്ചസിലെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതായത് ബോഡി ഈസ് വിത്ത് ന്യൂമറസ് പോഴ്സ്, അതിനെ ഓസ്റ്റിയ എന്ന് പറയും. അവരുടെ ശരീരം എങ്ങനെയാണ്? കുറെ പോഴ്സ് ഉള്ളതാണ്. ഈ ഒരു പിക്ചർ നോക്കിയാൽ കണ്ട, ഇതാണ് ഓസ്റ്റിയ എന്ന് പറയും. ഈ പോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയ. അങ്ങനെ ഒരുപാട് പോഴ്സുകൾ ഉണ്ട് ഓസ്റ്റിയ. ഈ ഓസ്റ്റിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം കിടക്കുന്നത്. ഈ വാട്ടർ കനാൽ സിസ്റ്റം എന്താണെന്നാണ് പറയുന്നത് കേട്ടാ. നോക്കിയേ, വെള്ളം എങ്ങനെ കിടക്കും? ഈ പറഞ്ഞ ചെറിയ ചെറിയ പോഴ്സ് ആയ ഓസ്റ്റിയ വഴി ഇവരുടെ ശരീരത്തിനുള്ളിലേക്ക് കിടക്കും. ശരീരത്തിനുള്ളിലെ ആ കാവിറ്റി, ആ അറനെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ എന്ന് പറയും. എന്താ പറയും? സ്പോഞ്ചോസീൽ. ഈ വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വെള്ളത്തിലൂടെ എൻ്റർ ചെയ്യും. അതിനുശേഷം വെള്ളം പുറത്തേക്ക് പോകുന്ന ഈ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്കുലം എന്ന് പറയും. അപ്പൊ ഓസ്റ്റിയ വഴി വെള്ളം വന്നു സ്പോഞ്ചോസിലേക്ക്, ആ റയിലേക്ക് കയറി, അതിനുശേഷം പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ഓക്കെ, ഇനി ഈ സ്പോഞ്ചോസിലിനെ ലൈൻ ചെയ്ത് കാണുന്ന ഈ സെല്ലുകളില്ലേ, ഈ സെല്ലുകളെയാണ് നമ്മൾ കോളാർ സെൽസ് എന്ന് പറയുന്നത്. കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽ ലൈൻ ദ സ്പോഞ്ചോസിൽ. കണ്ടോ, സ്പോഞ്ചോസിലിനെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ഈ പറഞ്ഞ സെല്ലുകളെയാണ് നമ്മൾ കോളാർ സെൽ അല്ലെങ്കിൽ കൊയാനോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയടാ, നോക്ക്. അപ്പൊ എന്താണ് നോക്കിയേ? ബോഡി വിത്ത് ന്യൂമറസ് പോഴ്സ്, പോഴ്സിനെ നമ്മൾ ഓസിയ എന്ന് പറയും. സെൻട്രൽ കാവിറ്റിനെ എന്തെന്ന് പറയും? സ്പോഞ്ചോസീൽ എന്ന് പറയും. വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ഓസിയം വഴി കയറും. അതിനുശേഷം ഏതുവഴി എക്സിറ്റ് ചെയ്യും? ഓസ്കുലം വഴിയാണ് എന്ത് ചെയ്യണത്? എക്സിറ്റ് ചെയ്യണത്. അപ്പൊ വാട്ടർ ആദ്യം എൻറ്റർ ത്രൂ ഏതിലൂടെയാണ് എൻറ്റർ ചെയ്യുന്നത്? അത് ഓസ്റ്റിയ വഴി എൻറ്റർ ചെയ്യും. അതിനുശേഷം എവിടെ പോകും? ഓസ്റ്റിയ കഴിഞ്ഞാല് സ്പോഞ്ചോസീല്. ഫ്ലോ ചാർട്ടൊക്കെ എഴുതാൻ പറഞ്ഞ് ഇങ്ങനെ എഴുതണം. സ്പോഞ്ചോസിലിന് പുറത്തേക്ക് ഏത് വഴി? ഓസ്കുലം. വാട്ടർ ഗോസ് ഔട്ട്. ഇതാണ് ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണോട്ടാ. ഈ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ ഇത് കണ്ടുപിടിച്ചാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കിയേ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് അല്ലെ? ഇതാണ് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ ചോദിച്ച ചോദ്യം. എന്തൊക്കെയാണ്? ഫുഡ് ഗ്യാതറിങ്ങിനും റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനും അതേപോലെ റിമൂവൽ ഓഫ് വേസ്റ്റിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ, ഇത് മാത്രം എഴുതിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ പറഞ്ഞ സ്പോഞ്ചോസിലെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന സെല്ലിന്റെ പേരെന്താണ്? കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽ എന്നാണ്. ബോഡി സപ്പോർട്ടഡ് ബൈ സ്കെൽട്ടൺ ഓഫ് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ബോഡിയുടെ പുറമേയുള്ള സ്കെൽട്ടൺ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? സ്പോഞ്ചിൻ ഫൈബർ അല്ലെങ്കിൽ സ്പൈക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആണ്, ഉള്ളിൽ വെച്ചിട്ടാണ്, സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അതേപോലെ റിപ്രൊഡക്ഷൻ എങ്ങനെയാണ് നോക്കിയേ. സ്പോഞ്ചസ് ആർ ഹെർമാഫ്രോഡൈറ്റ്. ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊണേഷ്യസ് ആദ്യത്തെ ഫൈലം അല്ലേ, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സെക്സ് എന്ത് ചെയ്തില്ല? സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സെക്സ് സെപ്പറേറ്റ് അല്ലാത്തവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? hermaphrodites. Sexes are not separate. Okay, monoecious എന്നൊക്കെ പറയും. Sexes not separate ആണ്. അതായത് എഗ്സും സ്പേംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഒരൊറ്റ ഒരാൾ തന്നെയാണ്. സെയിം ഇൻഡിവിജ്വൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എക്സിനെയും സ്പേംസിനെയും ഒക്കെ പ്രൊഡ്യൂസ്, അതായത് ഒരാളുടെ ശരീരത്തിൽ തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, അസെക്ഷൽ. അപ്പൊ അവർക്ക് സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷലും ഉണ്ട്. രണ്ട് രീതിയിലുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ഫ്രാഗ്മെന്റേഷൻ വഴിയും, സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് വഴി. ഗാമേറ്റ്സ് ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇന്റേണൽ ആണ്, അതായത് ഉള്ളിൽ വെച്ചിട്ടാണ്. അതേപോലെ ഡെവലപ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജ് ഉണ്ട്. പിന്നെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്പോഞ്ചില്ല, സൈക്കോൺ, യൂസ്പോഞ്ചിയ. ഇമ്പോർട്ടന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ്. അതിന്റെ കോമൺ നെയിമും കൂടെ പഠിച്ചു വെക്കണം. സൈക്കോൺ, സൈഫ. ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ഏതാന്ന് വെച്ചാൽ ഇതാണ്, സ്പോഞ്ചില്ല. ആ പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടിട്ടാ നിങ്ങള്. അതേപോലെ ബാത്ത് സ്പോഞ്ച്, അതിനെ യൂസ്പോഞ്ചിയ. ചിലപ്പോ ഈ ബ്രാക്കറ്റ് തന്നിട്ടായിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുന്നത്? പേര് എഴുതാനായിട്ട് പറയുന്നത്. അപ്പൊ അത് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ, അഞ്ചാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ മോഡിഫിക്കേഷൻ ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ബേർഡ്സ് ദാറ്റ് ഹെൽപ്സ് ദം ടു ഫ്ലൈ? അതായത് ബേർഡ്സിൽ കാണപ്പെടുന്ന അവരെ പറക്കാൻ സഹായിക്കുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അതായത് ഫ്ലൈറ്റ്ലെസ് ആയിട്ട് പറക്കാൻ സാധിക്കാത്ത പക്ഷികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അവരെ പറക്കാൻ സഹായിക്കുന്നത്? എന്തൊക്കെയാണ്? പ്രസൻസ് ഓഫ് വിങ്സ് ഉണ്ട് അല്ലെ, ചിറകുകളുണ്ട്, ഫെദേഴ്സ് ഉണ്ട്. ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുമ്പോൾ അവരെ ആ ചിറകിലുള്ള ബോൺസിന്റെ പ്രത്യേകത എന്താണ്? ആ ബോൺസിൽ ഹോളോ ആയിരിക്കും.
അതായത് ആ ബോൺസിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ഹോളോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. ഹോളോ ആയിട്ടുള്ള ഒരു പൊള്ളയായിട്ടുള്ള ബോൺസ് ആണ് അതിന്റെ ഉള്ളിലുണ്ട്. അതായത് അവർക്ക് പറക്കണമെങ്കിൽ കട്ടി കുറയണം അല്ലെ, അതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറക്കാനായിട്ട് ചിറകിന് കനം കൂടും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് ഹോളോ ആയിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻഡ് ബോഡി അല്ലെ, സ്ട്രീം ലൈൻഡ് ബോഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസ്റ്റിക് ടൈസ് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ, രണ്ട് ഭാഗവും എന്താണ്, കനം നാരോ ആയിട്ടുള്ളതും വീതി കുറഞ്ഞതും നടുക്ക് കുറച്ച് വീതി കൂടിയതുമായിട്ടുള്ള ആ സ്ട്രക്ചറിനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. അതേപോലെ അവരെ ലെങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എയർ സാക്സ്, അതായത് ഇവർക്ക് കൂടുതൽ നേരമൊക്കെ പറക്കൊക്കെ വേണം. അപ്പൊ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഓക്സിജൻ സപ്ലൈ ഒക്കെ വേണം. അപ്പൊ അവരുടെ ലെങ്സിലേക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, എയർ സാക്സ് ഒക്കെ കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മോഡിഫിക്കേഷൻസ്. പറക്കാനായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ വേണം എഴുതാനായിട്ട്. ഓക്കെ, അടുത്ത നോക്കിയാൽ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലൈലെറ്റ്സ് ബേർഡ്സ്. ഏതൊക്കെ എഴുതാം നമുക്ക്, എമു എഴുതാം, പെൻഗിൻ എഴുതാം, ഓസ്ട്രിച്ച് ഒക്കെ അല്ലെ, ഓസ്ട്രിച്ച് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി നമുക്ക് എഴുതാം. ഇനി അടുത്ത നമുക്ക് നോക്കിയേ, അടുത്ത നമുക്ക് ഈ പറഞ്ഞ പക്ഷികളെ ക്ലാസ്സിനെ എയ്വ്സ് എന്നാണ് പറയുന്നത്. എന്താണ് എയ്വ്സ്, അവരെ നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് തന്നെയാണ്. നോക്കൂ എന്തൊക്കെയാണ് അവർക്കുള്ളത്. പ്രസൻസ് ഓഫ് ഫെദേഴ്സ് അറിയാം, നമുക്ക് ചിറകുകളുണ്ട് അല്ലെ, ഫെദേഴ്സ് ഉണ്ട്, തൂവലുകൾ ഉണ്ടെന്ന് അറിയാം. അതേപോലെ മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈലെറ്റ്സ് ബേർഡ്സ്, എക്സാമ്പിൾ ഓസ്ട്രിച്ച്. അതായത് ഭൂരിഭാഗം പക്ഷികൾക്ക് പറക്കാനായിട്ട് പറ്റും, പക്ഷെ പറക്കാൻ കഴിയാത്ത പക്ഷികളും എവിടെയുണ്ട്, ഈ പറഞ്ഞ ക്ലാസ് എയ്വ്സിലുണ്ട്. അടുത്ത നോക്കിയേ, ദേ പോസസ് ബീക്ക്, ചുണ്ടുകളുണ്ടല്ലേ, കൊക്കുകളുണ്ട്. പിന്നെ ഫോർ ലിംസ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, അവരുടെ മുൻകാലുകളാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്, ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. ദ ഹൈൻഡ് ലിംബ് വിത്ത് സ്കെയിൽസ് മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിംഗ് ഓർ ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ്. അവരുടെ ഹൈൻഡ് ലിംബ് പിൻകാലുകള് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നടക്കാനായിട്ട്, സ്വിം ചെയ്യാണ്ട്. ചില ജീവികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താറാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് നീന്താനായിട്ട്. അതേപോലെ ക്ലാസ്പിംഗ് ദ ട്രീ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ മരച്ചില്ലകളിൽ അള്ളിപ്പിടിക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹൈൻഡ് ലിംബ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്കിൻ ഇസ് ഡ്രൈ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദ ബേസ് ഓഫ് ടെയിൽ. അതായത് സ്കിൻ ഇവർക്ക് പൊതുവെ എന്താണ്, ഡ്രൈ ആണ്, ഒരു ഗ്ലാൻസും ഇല്ല, പക്ഷെ ഒരു ഗ്ലാൻഡ് മാത്രം ഒഴിച്ച് എന്താണ്, അവർക്ക് എന്തുണ്ട്, ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. എക്സെപ്റ്റ് ഓയിൽ ഗ്ലാൻഡ്, അത് മാത്രമേ അവർക്കുള്ളൂ, വേറൊരു ഗ്ലാൻഡും ഇല്ല. അത് അവരുടെ ടെയിലിന്റെ ബേസിലാണ് ഈ പറഞ്ഞ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അടുത്ത നോക്കിയേ, എൻഡോസ്കെൽറ്റൻ, ഉള്ളിലുള്ള സ്കെൽറ്റൻ ആണല്ലേ, ഉള്ളിലാണ്, പുറമേ അല്ല അവരുടെ സ്കെൽറ്റൻ, ഉള്ളിലാണ്. അപ്പൊ ഉള്ളിലുള്ള സ്കെൽറ്റൻ എങ്ങനെയാണ്, ബോണിയാണ്. ബോഡി ഈസ് ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ്. നേരത്തെ പറഞ്ഞില്ലേ ന്യൂമാറ്റിക്, പറക്കാൻ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത്, ന്യൂമാറ്റിക് ആണ്. അതായത് മറ്റേ ബോൺ എന്താണ്, ഹോളോ ആണ്, എയർ ക്യാവിറ്റീസും ഉള്ളു, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ബോൺസിനാണ് നമ്മുടെ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. അതേപോലെ ഡൈജസ്റ്റീവ് ട്രാക്ട് വിത്ത് അഡീഷണൽ ചേമ്പേഴ്സ്, ക്രോപ്പ്, ഗിസാർഡ് പോലെയുള്ള അഡീഷണൽ ചേമ്പേഴ്സ് ഉണ്ട്. ഡൈജഷനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ക്രോപ്പും ഗിസാർഡൊക്കെ കേട്ടാ. അതേപോലെ ഹാർട്ട് കംപ്ലീറ്റ്ലി 4 ചേമ്പർ, 4 അറകളുള്ള നമ്മുടെ പോലെ തന്നെ കേട്ടാ. വാം ബ്ലഡഡ് ആണ്, ശ്രദ്ധിക്കുക. ഹോമിയോ തെർമസ്, ദാറ്റ് ഈസ് ദേ ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ഇവര് നമ്മളെ പോലെയാണ്, ഇവർക്ക് വാം ടെമ്പറേച്ചർ ആണ്. ഹോമിയോ തെർമസ് അവർക്ക് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട്. അടുത്തത് റെസ്പിറേഷൻ, ലങ്സ് വഴിയാണ്. ലങ്സിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എയർ സാക്സ് ഉണ്ട്. സെക്സ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഉള്ളിൽ വെച്ചിട്ട് ഇന്റേണൽ ആണ്. പിന്നെ ദേ ആർ ഒവിപാരസ്, പക്ഷികൾ അറിയാലേ, മുട്ടയിടുന്നവരാണ്. ഒവിപാരസ് ആണ്. ഡെവലപ്മെന്റ് അറിയാം, ഇൻഡയറക്റ്റ് ആണ്, നേരെ എന്ത് ചെയ്യുന്നുണ്ട്, അഡൽറ്റിന്റെ ചായ ഉള്ള ഒരു കുഞ്ഞാണ് ഉണ്ടാവണം, അല്ലാണ്ട് ലാർവി ഒന്നല്ല ഉണ്ടാവണത്. അപ്പൊ അത് ഡയറക്റ്റ് ആണ്. പിന്നെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയാൽ മതി ട്ടാ. കോർവസ്, കൊളംബ, സിറ്റാക്കുല, സ്ട്രുതിയോ, പാവോ, ടീനോഡൈറ്റ്സ്, നിയോഫ്രോൺ, വൾച്ചറിനൊക്കെയാണ് ഈ പറയുന്നത് കേട്ടാ. നിങ്ങളത് എക്സാമ്പിൾസ് നോക്കി കണ്ടുപിടിക്കുക, സിമ്പിൾ ആണ് കേട്ടാ. അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കിയേ, നെയിം ദ അനിമൽ വിച്ച് എക്സിബിറ്റ് ഫിനോമിനൻ ഓഫ് ബയോലൂമിനസെൻസ്. ഒരൊറ്റ ഫൈലത്തിൽ മാത്രമേ ഈ പറഞ്ഞ സാധനം പറയുന്നുള്ളൂ. ഏതാണ്, നെയിം ദ മെൻഷൻ ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഒരു പേരെഴുതാണ്, അനിമലിന്റെ പേര് എഴുതിയിട്ട് ഏത് ഫൈലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനിമലിന് ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പേര് എഴുതുക. എന്താണ്, പ്ലൂറോബ്രാക്കിയ എന്നാണ് അതിൽ വരുന്ന ഒരു ജീവിയുടെ പേര്. അത് ഏത് ഫൈലമാണത്, ടീനോഫോറ. ബയോലൂമിനസെൻസ് കണ്ടാൽ അപ്പൊ നമ്മൾ എഴുതണം ഏത് ഫൈലമാണ്, ടീനോഫോറയാണ്. നമുക്ക് നോക്കാം ടീനോഫോറസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സീ വാൾനട്ട് അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്. സീ വാൾനട്ട് അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നറിയപ്പെടുന്നത് ആരാണ്, ടീനോഫോറയാണ്. അവര് മെറൈൻ ആണ്, റാഡിയലി സിമെട്രിക്കൽ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതേപോലെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അവർക്കുള്ളത്.
പിന്നെ the body is 8 external rows with ciliated complex which help in locomotion. salient features ചോദിച്ചാൽ അവരുടെ ശരീരത്തിൽ എന്തുണ്ട്? 8 റോ ഉണ്ട്. സീലിയ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 8 റോകൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ കോംപ്ലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്ത് എഴുതണം? ലോക്കോമോഷൻ ആണ്. അടുത്തത് ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. എക്സിബിറ്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ബയോലൂമിനസൻസ്. എന്താണ് ബയോലൂമിനസൻസ് എന്ന് ചോദിച്ചാല് എന്താണ്? the organisms property of a living organism to emit light. എന്താണ് ബയോലൂമിനസൻസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഒരു ജീവിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയോലൂമിനസൻസ് എന്ന് പറയുന്നത്. അടുത്തത് സെക്സ് സെപ്പറേറ്റ് ആയിട്ടില്ല. അതേപോലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇൻഡയറക്ട് ഡെവലപ്മെന്റ്. എക്സാമ്പിൾസ് ആകെ രണ്ടേ എക്സാമ്പിൾസ് പഠിക്കുന്നുള്ളൂ. പ്ലൂറോബ്രാക്കിയം, ടീനോപ്ലാനം. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന. അതിന്റെ പിക്ചർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ ആണ് തന്നിട്ടുള്ളത്. ഈ പിക്ചർ തന്നിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക അല്ലെ? എക്സാമിന് ഉണ്ടായിരുന്നില്ലേ? ഇതേപോലെ ചോദിക്കും. പിക്ചർ തന്നിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഫൈലമാണ്, ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഒക്കെ എഴുതാനൊക്കെ ആയിട്ട് പറയും. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം നോക്കിയേ. ഫ്യൂ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്ലാസ് മമേലിയാസ് ഗിവൺ ബിലോ. മമേലിയൻ ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കിയേ, മമേലിയ മീൻസ് മാമൽസ് കേട്ടോ. റൈറ്റ് വൺ യുണീക് മമേലിയൻ ക്യാരക്ടേഴ്സ്. മമേലിയൻ മാമൽസിന് മാത്രമായിട്ടുള്ള ക്യാരക്ടറിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കി, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഫ്ലൈയിങ് മാമൽ. പറക്കുന്ന മാമലിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഓവിപാരസ് മാമൽ. മുട്ടയിടുന്ന മാമൽ. അതായത് നമുക്കറിയാം മാമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരെല്ലാരും വിവിപാരസ് ആണ് അല്ലെ? കുഞ്ഞിന് ജന്മം നൽകുന്നവരാണ് മാമൽസ് ഒക്കെ. പക്ഷെ അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? മുട്ടയിടുന്ന മാമൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തേത് എന്തായിരുന്നു ചോദ്യം? ഒന്നാമത്തേത് റൈറ്റ് വൺ യുണീക് മമേലിയൻ ക്യാരക്ടർ. മാമൽസിന് മാത്രമുള്ള ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണം മാത്രമല്ല, നമുക്ക് കുറച്ച് പഠിക്കാം. എന്തൊക്കെയുണ്ട്? പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻസ്, മാമറി ഗ്ലാൻസ്. അതുള്ളത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? മാമൽസ് എന്ന് വിളിക്കുന്നത് അല്ലെ? അതായത് കുഞ്ഞിന് ജന്മം നൽകി അവരെ പാലൂട്ടാനുള്ള മാമറി ഗ്ലാൻസ് അവർക്കുണ്ട്. അതേപോലെ തന്നെ സ്കിൻ പ്രൊവൈഡ് വിത്ത് ഹെയർസ് അല്ലെ? മാമൽസിന്റെ ശരീരം, ഇപ്പൊ നമ്മുടെ ശരീരം എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ സ്കിന്നിൽ എന്താണ്? ഹെയർസ് ഉണ്ട്, രോമങ്ങളുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ലെയേഴ്സ്, പിന്ന. നമുക്കാണ് എന്തുള്ളത്? ഈ പറഞ്ഞ പിന്ന ഉള്ളത്. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. നമ്മള് ജോയില് പല തരത്തിലുള്ള ടീത്തുണ്ട് അല്ലേ? നമ്മൾക്ക് പല ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻസിസേഴ്സ് അല്ലെ, കനൈൻസ്, അങ്ങനെയുള്ള ടൈപ്പുകളുണ്ട്. പിന്നെ അതേപോലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഫ്ലൈയിങ് മാമൽ. പറക്കുന്ന മാമൽ ഏതാണ്? പറക്കുന്നത് നമ്മള് ടെറോപ്പസ്, അതായത് ഫ്ലൈയിങ് ഫോക്സ് നമ്മൾ ബാറ്റ് എന്ന് പറയും അല്ലേ? വവ്വാല് പക്ഷിയാണോ? അല്ല, അത് മാമലാണ് അല്ലെ? പക്ഷെ പറക്കുന്നവയാണ്. അടുത്ത ചോദ്യം മൂന്നാമത്തെ എന്തായിരുന്നു? റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഓവിപാരസ്. മുട്ടയിടുന്ന മാമലിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. മുട്ടയിടുന്ന മാമലിന് എക്സാമ്പിൾ ആണ് ഓർണിത്തോറിംഗസ്, പ്ലാറ്റിപ്പസ്. ഓർണിത്തോറിംഗസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് എന്ന് പറയും. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് മാമൽസ്, ക്ലാസ് മാമൽസ് നോക്കിയാലോ? എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത? അതെ, പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻസ് ഉണ്ട്. പിന്നെ 2 പെയേഴ്സ് ഓഫ് ലിംബ് ഉണ്ട് അല്ലെ? നടക്കാനും ക്ലൈംബ് ചെയ്യാനും ബറോ കുഴിക്കാനും അതേപോലെ സ്വിം ചെയ്യാൻ ഫ്ലൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന 2 പെയറ് കൈകാലുകളുണ്ട്. പിന്നെ സ്കിൻ എന്താണ്? ഹെയർ ഉള്ള സ്കിന്നാണ് അവർക്കുള്ളത്. എക്സ്റ്റേണിയസ് പിന്ന പ്രസന്റ് ആണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്തുകൾ ഉണ്ട്. ഹാർട്ട് എത്ര അറയുണ്ട്? 4 അറയുള്ളത്. ഹോമിയോ തെർമസ് നമുക്കറിയാലേ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട് നമുക്ക്. നമ്മൾ പോക്കിലോ തെർമസ് അല്ല, വാം ബ്ലഡഡ് ആൾക്കാരാണ്. അതായത് വാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹോമിയോ തെർമസ് ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ റെസ്പിറേഷൻ അറിയാലേ, ലെങ്സ് വെച്ചിട്ടാണ് നമ്മളൊക്കെ ശ്വസിക്കുന്നത്. അതേപോലെ സെക്സ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഇന്റേണൽ വെച്ചിട്ടല്ലേ നമ്മളൊക്കെ ഫെർട്ടിലൈസേഷൻ? ഉള്ളിൽ വെച്ചിട്ടാണ്. വിവിപാരസ് ആണ്. പക്ഷേ ഫ്യൂ എക്സെപ്ഷൻ നമ്മൾ പഠിച്ചുട്ടെ. വിവിപാരസ് ആണ്, പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഒരാൾ എന്താണ്? മുട്ടയിടുന്ന മാമൽ ഉണ്ട് അല്ലെ? ഏതാണ്? പ്ലാറ്റിപ്പസ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്, നമുക്കൊന്നും എന്തില്ല, ലാർവൽ സ്റ്റേജ് ഒന്നുമില്ല. ഇനി എക്സാമ്പിൾസ് നോക്കിയതേ, ഇതാണ് എക്സാമ്പിൾ. ഓവിപാരസിന് ആയിട്ടുള്ള, അത് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ എടുത്ത് പറയുന്നു കേട്ടോ. ഓവിപാരസ് ആയിട്ടുള്ളത് ഏതാണ്? മാമൽ ഓർണിത്തോറിംഗസ്, പ്ലാറ്റിപ്പസ് ആണ്. ബാക്കി വിവിപാരസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പേരുകൾ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ് ട്ടാ. അതെ, ഇതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. കണ്ട ഒരു താറാവിന്റെ പോലെ ഉണ്ട് അല്ലേ? പക്ഷെ താറാവല്ല ട്ടാ. ഓർണിത്തോറിംഗസ്, പ്ലാറ്റിപ്പസ്, കങ്കാരു. ഇതാണ് നമ്മുടെ ഫ്ലൈയിങ് ആയിട്ടുള്ള മാമൽ ചോദിച്ചാല് ട്ടാ. ടെറോപ്റ്റസ്, ഫ്ലൈയിങ് ഫോക്സ്, മക്കാക്ക, മങ്കി, കാമലസ്, കാമല്, റാറ്റ്, ഡോഗ്, എലിഫന്റ്, കാറ്റ്. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ മാമൽസിൽ വരുന്നവരാണ്. ഡോൾഫിൻ, കോമൺ ഡോൾഫിൻ, ബ്ലൂ വെയില്, ഹോഴ്സ്, ടൈഗർ, ലയൺ.
ഇനി അടുത്ത നോക്കിയ ക്വസ്റ്റ്യൻ, ഫിൽ ദ കംപ്ലീറ്റ് ചാർട്ട്. കോർഡാറ്റനെ 3 സബ് ഫൈലമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ല? ഏതൊക്കെയായിരുന്നു? യൂറോ കോർഡാറ്റ, സെഫോലോ കോർഡാറ്റ, പിന്നെ ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് നമ്മള് യൂറോ കോർഡാറ്റ, സെഫലോ കോർഡാറ്റ, പിന്നെ ഏതായിരുന്നു? വെർട്ടിബ്രേറ്റ. അല്ലെ, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെർട്ടിബ്രേറ്റിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിക്കണം. നോക്കിയേ, സബ് ഫൈലംസ് ഓഫ് കോർഡാറ്റ ആണ്. യൂറോ കോർഡനെ തന്നെയാണ് യൂട്ടൂണിക്കേറ്റ എന്ന് പറയുന്നത്. അതേപോലെ സെഫോല കോർഡേറ്റ, വെർട്ടിബ്രേറ്റ എന്ന് പറയും. നോക്കിയേ, വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ട്. പിക്ചർ മീൻസ് ഫ്ലോ ചാർട്ട് പോലെയുണ്ട്. അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വെർട്ടിബ്രേറ്റിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്നാത്ത, ഗ്നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത, ജോലസ്, ജോ താടിയില്ലാത്തവർ. അതിലേതാണ്? സൈക്ലോസ്റ്റോമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. പിന്നെ ഗ്നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ ജോ ഉള്ളവർ. അത് ഏതൊക്കെയാണ്? 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് പിസസും ഒന്ന് എന്താണ്? ടെട്രോപോഡ. ബിയർ ഫിൻസ് നീന്താനായിട്ട് ഉപയോഗിക്കുന്ന ചിറകിലെ അതുള്ളവരെയാണ് നമ്മൾ പിസസ് എന്ന് പറയുന്നത്. അതില്ലാത്തവരെയാണ്, കൈകാലുകളുള്ളവരെ നമ്മൾ ടെട്രാപോഡ എന്നാണ് പറയുന്നത്. നോക്കിയേ, പിസസിൽ 2 കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും ഇമ്പോർട്ടന്റ്. അടുത്തത് ടെട്രാപോഡയിൽ വരുന്നതാണ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏവ്സ്, ക്ലാസ് മെമേലിയ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇതേപോലെ ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്യൂ സ്ട്രക്ചേഴ്സ് ഓർഗൻസ് ഓഫ് അനിമൽസ് ആർ ലിസ്റ്റഡ് ബിലോ. നമ്മൾ പഠിച്ചു, നമ്മളെ നമ്മളെ എല്ലാ ഫൈലംസ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 ക്ലാസ്സിൽ ഇപ്പൊ നമ്മള് എല്ലാ ഫൈലംസും, ഒരു ഫൈലവും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തില്ല, എല്ലാ ഫൈലവും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? നമ്മൾ തന്നെ താനെ ആൻസർ ചെയ്യാം. ഓരോ ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ് എന്നുണ്ട്, അതിന്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റാഡുല ആരുടെ ഇന്ന് നമ്മൾ പഠിച്ചതാണ്. റാഡുല ഏത് ഫൈലത്തിന്റെയാണ്? റാഡുല മോളുസ്കേരാണ് അല്ലേ. മോളുസ്കര ക്യാരക്ടർ ആണ് റാഡുല. അടുത്തത് പാരാപോഡിയ ആരുടെയായിരുന്നു? അത് അനലിഡയാണ് അല്ലെ. അനലിഡ. നീരിസിന്റെ സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത് അപ്പൻഡേജസ്, ലാറ്ററൽ അപ്പൻഡേജസ്. പാരാപോഡിയ പഠിച്ചല്ലേ നമ്മള്. അടുത്തത് കോംപ്ലൈറ്റ്സ്. ഏതായിരുന്നു കോംപ്ലൈറ്റ്സ്? നമ്മുടെ ടീനോഫോറ. അടുത്ത കാൽക്കേരിയസ് ഓസിക്കിൾസ് വരുന്നത് എക്കിനോഡെർമാറ്റ. തെറ്റിക്കരുത് കേട്ടാ, എക്കിനോഡെർമാറ്റയാണ് കേട്ടാ. കാൽക്കേരിയസ് ഷെല്ല് വരുന്നത് മോളുസ്കയിലാണ്. പക്ഷെ കാൽക്കേരിയസ് ഓസിക്കിൾസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? എക്കിനോഡെർമാറ്റ എന്നാണ് എഴുതേണ്ടത് കേട്ടാ. ആൻസറോട് ടീച്ചർ തന്നിട്ടുണ്ട്, ഓരോന്നിന്റെ ആൻസർ തന്നിട്ടുണ്ട് കേട്ടാ. അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ക്ലാസിഫൈ ദ ഗിവൺ ഓർഗാനിസംസ് അണ്ടർ ദ ഹെഡിങ് പോക്കിലോതെർമസ്, ഹോമിയോതെർമസ് എന്നും പറഞ്ഞിട്ട് ഈ ജീവികളെ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് ആദ്യം നമ്മള് ഫൈലംസ് പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു. അതിലൊക്കെ ഹോമിയോതെർമസ്, പോക്കിലോതെർമസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റാറ്റ്, ഫ്രോഗ്, ഡോഗ്, ഫിഷ്, ഓസ്ട്രിച്ച്. ഇതിലെ ഹോമിയോതെർമസ് ഏതാണ്, പോക്കിലോതെർമസ് ഏതാണ് നോക്കാം. നോക്കിയേ, റാറ്റും അതേപോലെ തന്നെ ഓസ്ട്രിച്ചും. റാറ്റ് മാമലാണ്, ഓസ്ട്രിച്ച് ആണെങ്കിൽ എയ്സ് ആണ് അല്ലെ. ഈ 2 ക്ലാസ്സും ഏതാണ്? അത് ഹോമിയോതെർമസ് ആണ് അല്ലെ, വാം ബ്ലഡഡ് ആൾക്കാരാണ്. പിന്നെ ഫ്രോഗും ഡോഗ് ഫിഷും ആണെന്നുണ്ടെങ്കിലും ഫ്രോഗും ഡോഗ് ഫിഷും ഏതായിരിക്കും? പോക്കിലോതെർമസ് ആണ്. അപ്പൊ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. പോക്കിലോതെർമസുകൾ ആരൊക്കെയാണ്? ഫ്രോഗും ഡോഗ് ഫിഷും. അതേപോലെ ഹോമിയോതെർമസ് ആരൊക്കെയാണ്? റാറ്റും ഓസ്ട്രിച്ചും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഡിഫൈൻ ദ ടേംസ് പോക്കിലോതെർമസ് ആൻഡ് ഹോമിയോതെർമസ്. പോക്കിലോതെർമസും ഹോമിയോതെർമസും എന്താണ്? ഡിഫൈൻ ചെയ്യാൻ. എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോക്കിലോതെർമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇല്ലാത്തവർ, കോൾഡ് ബ്ലഡഡ്. ഈ പേരും പഠിക്കണം കേട്ടോ. കോൾഡ് ബ്ലഡഡ് എന്നാണ് പറയുന്നത്. they lack the capacity to regulate their body temperature. അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇല്ലാത്തവരാണ് പോക്കിലോതെർമസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഹോമിയോതെർമസുകൾ, വാം ബ്ലഡഡ് എന്ന് പറയുന്നവർ, they are able to maintain a constant body temperature. നമ്മൾ ആലോചിച്ചാൽ മതി അല്ലേ. എന്താണ്? നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ടെമ്പറേച്ചർ ഉണ്ട്, ഹോമിയോതെർമസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അനിമൽ കിങ്ഡം നമ്മുടെ 2 ക്ലാസ്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്, ഒരുവിധം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏതാണ്? അനിമൽ കിങ്ഡം ആണ്. അനിമൽ കിങ്ഡം നിങ്ങൾ തറോ ആയിട്ട് വേണം പോവാനായിട്ട്. അത്രയും നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. അതായത് എവിടെ എന്ന് ചോദിച്ചാലും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അനിമൽ കിങ്ഡം തറോ ആയിട്ട് പോവുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അനിമൽ കിങ്ഡത്തിനാണ്. അപ്പൊ 2 ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രമല്ല, ഇത് മാത്രം വരും എന്നല്ല ടീച്ചർ പറയണം, പക്ഷെ ഇത് എന്തായാലും വരും.
അടുത്തത് നമുക്ക് കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ചെയ്യിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 2 ക്ലാസ്സിൽ അനിമൽ കിങ്ഡം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക കേട്ടോ. നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ നിങ്ങൾ ആനുവൽ എക്സാമിന് സുവോളജിക്ക്, അതായത് ബോട്ടണി നമ്മുടെ ക്ലാസ് ഇടുന്നുണ്ട്, അതും പഠിച്ചു പോയാൽ നമുക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.